സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഇതൊന്ന് നോട്ട് ചെയ്തോ. കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിന്തയാണ്. എന്താ വിശ്വാസമാവില്ലേ? തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. BJP-യിൽ ഇൻ കേസ് എനിക്ക് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തൊരു 5 വർഷത്തിൽ 140 മണ്ഡലങ്ങളിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കുണ്ടറ മണ്ഡലമാക്കി എനിക്ക് മാറ്റാൻ കഴിയും. അത്രയും വേണോ? വേണം. കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. റോബിൻ രാധാകൃഷ്ണനല്ലേ NDA സ്ഥാനാർത്ഥി? അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ബിഗ് ബോസ് ഒന്നും കാണാനില്ലേ? ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് ബിഗ് ബോസിൽ നിന്നപ്പോ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ബിഗ് ബോസിലാണ് വോട്ട് ചെയ്യുന്നത്, കുണ്ടറയിൽ വോട്ട് ചെയ്യില്ല. ബിഗ് ബോസ് വേറെ, ഇലക്ഷൻ വേറെ അല്ലേ? പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ബിഗ് ബോസിലാണ് വോട്ട് ചെയ്യുന്നത്, കുണ്ടറയിൽ വോട്ട് ചെയ്യില്ല. ബിഗ് ബോസ് വേറെ, ഇലക്ഷൻ വേറെ അല്ലേ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. കുണ്ടറ സ്ഥാനാർത്ഥി റോബിൻ രാധാകൃഷ്ണന്റെ വാളേന്തിയ മറ്റേ തുള്ളൽ. തനിക്കൊന്നും നാണമില്ലല്ലോ. ഇല്ല സാർ. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? RSSന്റെ സംഘപരിവാറിന്റെ ഒക്കെ നോർത്തിലുള്ള പോലത്തെ വാഴ മുക്കിപ്പിടിച്ചിട്ടുള്ള പരിപാടികളൊക്കെ കേരളത്തിൽ റീക്രിയേറ്റ് ചെയ്തൊരു ഐറ്റം പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇമാതിരി കോമാളിത്തരം കാണിച്ച് കാണുമ്പോൾ സത്യം പറയാലോ അളിയാ, കോമന റോബിൻ എന്നുള്ള പേരാണ് വിളിക്കാൻ പോകുന്നത്. ആ കാര്യം പറയാലോ. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും